ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. അങ്ങനെ നമ്മൾ ബോൺമത്തിനെ 3-2 പൊട്ടിച്ചു. 7 പോയിന്റ്സ് ക്ലിയർ മാൻ സിറ്റി, 6 പോയിന്റ്സ് ക്ലിയർ ആസ്റ്റൺ വില്ല. ഇങ്ങനെയാണ് ലിവർപൂൾ ഗെയിമിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ഇത് തന്നെയാണ് ഏതോ ഒരു കമൻറ്റിൽ ഇന്ന് ഞാൻ കണ്ടായിരുന്നു. മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട കിനാശ്ശേരി, അത് തന്നെ, അതുപോലെ നമ്മൾ എൻ്റർ ചെയ്യേണ്ട, അതുപോലെ തന്നെയാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ഒരു ആർസണൽ ഫാനിന് ഒരു ഐഡിയൽ ഗെയിം അല്ലായിരിക്കും ഇത്. ബട്ട് ഞാൻ ആസ് ആൻ ആർസണൽ ഫാൻ ഞാൻ അത്ര ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല. ശരിയാണ്, അവിടെ ഇവിടെ ഡിഫെൻസീവ് എറേഴ്സ് ഇന്ന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, കുറേ ഡിഫെൻസീവ് എറേഴ്സ് ഉണ്ട്. ബട്ട് ആസ് എ ന്യൂട്രൽ ഫാൻ ഒരുപാട് എൻജോയ് ചെയ്ത ഒരു ഗെയിം തന്നെ ആയിരിക്കും എല്ലാവർക്കും. ഞാൻ ഈ കളി കൊണ്ടുവരുന്ന ഫസ്റ്റ് 10 മിനിറ്റിൽ ആ ഗ്യാബ്രിയലിൻ്റെ ആ മിസ്റ്റേക്ക് കാരണം ഗോള് കയറിയപ്പം എനിക്ക് സത്യം പറയായിരുന്നു, എനിക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന പല ആർസണൽ ഫാൻസിനും ഉറപ്പായിരുന്നു, അതായത് ഗ്യാബ്രിയൽ തിരിച്ചടിക്കുമെന്ന്. അത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാബ്രിയലിൻ്റെ മെൻറ്റാലിറ്റി തന്നെ. ഗ്യാബ്രിയൽ ഒരു ലയണാണ് അല്ലേ. സോ ഹിസ് മെൻറ്റാലിറ്റി ഈസ് ലൈക്ക് ദാറ്റ്. സോ ആ മിസ്റ്റേക്ക് നടന്നപ്പോൾ എനിക്ക് ഐ വാസ് അപ്സെറ്റ്. ഓഫ് കോഴ്സ് നമുക്കെതിരെ അതും 10 ബോൺമത്ത് അറ്റ് ഹോം, അവരുടെ ഫാൻസ്, ഓ മൈ ഗോഡ്, ഫ്രം മിനിറ്റ് 1 അവരുടെ 12th മാൻ ആയിരുന്നു ശരിക്കും അവരുടെ ഫാൻസ് വെർ ഫുൾ ബിഹൈൻഡ് ദ ടീം ഓഫ് ബോൺമത്ത്. സോ ആ 10 മിനിറ്റിൽ അവർ ഫസ്റ്റ് ലീഡ് എടുക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് ഓഫ് കോഴ്സ് ഇറ്റ്സ് റിയലി അപ്സെറ്റിംഗ്. ബട്ട് എനിക്ക് ഉറപ്പായിരുന്നു ഗ്യാബ്രിയൽ തിരിച്ചടിക്കുമെന്ന്. ആൻഡ് ഇറ്റ് വാസ് ഓൺലി മാറ്റർ ഓഫ് ടൈം, എപ്പോൾ അടിക്കും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉള്ളായിരുന്നു. ഇത്രയും പെട്ടെന്ന് തിരിച്ചടിക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. നമുക്കൊരു ഫ്രീ കിക്ക് വിത്തിൻ 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നു. 15th മിനിറ്റ് നമുക്കൊരു ഫ്രീ കിക്ക് കിട്ടുന്നു. ഡെക്ലൻ റൈസ് എടുക്കുന്നു. അവിടെ ഇവിടെയൊക്കെ ഒരുപാട് പേര് ഷോട്ട് എടുക്കുന്നു. സോ ഇറ്റ് വാസ് വെരി നൈസ്. അതിൻ്റെ ആ ഗോള് പറയുമ്പം നോനിയുടെ കോൺട്രിബ്യൂഷൻ ഒട്ടും കുറച്ച് കാണുന്നത്. നോനിയാണ് ആ ബോള് അകത്തേക്ക് ഇടുന്നത്. ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ആദ്യം ഹിൻകപ്പിയ ഷോട്ട് എടുക്കുന്നു, പിന്നെ സുബമെൻഡി ഷോട്ട് എടുക്കുന്നു. അത് രണ്ടും ബ്ലോക്കായിട്ട് തിരിച്ച് ഗ്യാബ്രിയലിൻ്റെ കാലിലേക്ക് വരുന്നു. ഗ്യാബ്രിയലിൻ്റെ ഫിനിഷ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് ഗ്യോക്കറേസെ കണ്ടുപടി, ഇങ്ങനെയാണ് ഒരു സ്ട്രൈക്കർ ഷോട്ട് എടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് ഗ്യാബ്രിയൽ ആ ഷോട്ട് എടുത്തത്. വാട്ട് എ ഷോട്ട്! എന്തായിരുന്നു! ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ സിമ്പിൾ. ആ ഷോട്ട് ഒന്നുകൂടെ നിങ്ങൾ റീപ്ലേ പോയി കാണണം. ഇറ്റ്സ് എ ഗ്രേറ്റ് ഷോട്ട്, ഗ്രേറ്റ് ഗോൾ. 1-1. അങ്ങനെ ഫസ്റ്റ് ഹാഫ് 1-1 എത്തിയിരുന്നു. ഈ ഫസ്റ്റ് ഹാഫിനെ പറ്റി പറയണോ, എന്ത് ഹൊറിബിൾ റെഫറിങ് ആയിരുന്നു ഇന്ന്. ഫ്രീ കോർണർ ഗോൾ കിക്ക് കൊടുക്കുന്നു, കോർണർ കൊടുക്കാതിരിക്കുക, അത് തന്നെ കോർണർ ഗോൾ കിക്ക് കൊടുക്കുന്നു, ഫൗളൊന്നും കൊടുക്കാതിരിക്കുക, അങ്ങനെ കുറേ ഇഷ്യൂസ് ഫസ്റ്റ് ഹാഫിലുണ്ടായിരുന്നു. സ്റ്റാഫിൽ നമ്മുടെ പെർഫോമൻസ് പറഞ്ഞാൽ നമ്മൾ കുറേ പൊസഷൻ, നമ്മുടെ കയ്യിലുള്ള പൊസഷൻ ലൂസ് ചെയ്യുമായിരുന്നു. അങ്ങനത്തെ കുറേ ഇഷ്യൂസേ ഉള്ളായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ എഗെയിൻ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഗെയിം ശ്രമിച്ചു. അത് ഫലവത്താവുകയും ചെയ്തു. നമ്മൾ ആ ഗെയിം നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് പൊസഷൻ ശരിയാണ്, സൈഡ് വേസ് പാസിംഗ് ആണ്. പക്ഷേ ആ സൈഡ് വേസ് പാസിങ്ങിന് വിവർ റീഡിങ് ദ ഗെയിം എന്നുള്ള രീതിയായിരുന്നു. അല്ലാതെ ഒരു ഐഡിയ കിട്ടാതെ എങ്ങനെ സൈഡ് വേസ് പാസിങ്, പഴയ വൂൾസിനെതിരെ ഐഡിയ കിട്ടാതുള്ള സൈഡ് വേസ് പാസിങ്, അതുപോലത്തെ സൈഡ് വേസ് പാസിങ്ങിലായിരുന്നു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ലൈക്ക് നമുക്ക് ആ കാണാമായിരുന്നു പ്ലെയേഴ്സ് ഓരോ പൊസിഷൻ എടുക്കുന്ന. മറ്റേ നോനി സ്പേസിലേക്ക് ഇറങ്ങുന്നു, ഗ്യോക്കറൈസ് സ്പേസിലേക്ക് ഇറങ്ങുന്നു, അങ്ങനെ കുറേ ആ ഗെയിം ഒന്ന് റീഡ് ചെയ്യാനുള്ള ഒരു പാസിങ് ഗെയിമായിരുന്നു നമ്മളവിടെ കണ്ടത്. അറൗണ്ട് 65th മിനിറ്റ് ആയപ്പം ഇതിപ്പോൾ ആരുടെയും ഒരു ഇൻഡിവിജ്വൽ എഫേർട്ട് വന്നാലേ ഗോളാവൂ എന്നുള്ളൊരു സാധനം വന്നപ്പോഴാണ് ഓഡഗാർഡിൻ്റെ വക ഒരു ക്രിയേഷൻ, റൈസിൻ്റെ. എഗെയിൻ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഔട്ട്സൈഡ് ദ ബോക്സ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ക്വാളിറ്റി പ്ലെയേഴ്സ് ഉണ്ട് ഔട്ട്സൈഡ് ദ ബോക്സ് അടിക്കാൻ. അങ്ങനെ ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് റൈസിൻ്റെ ഒരു ഷോട്ട്, ഗോൾ. വെരി ഹാപ്പി, അടിപൊളി ഗോളായിരുന്നു, അത് സൂപ്പർ ഗോളായിരുന്നു. സോ ഔട്ട്സൈഡ് ദ ബോക്സിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞ ആ ക്വാളിറ്റി പ്ലെയേഴ്സിനെ പറ്റി. റൈസ്, എസെ, ഓഡഗാർഡ്, ട്രോസാർഡ്, ജേസൂസ്, ഈവൻ സാക്ക, ഇവരെല്ലാവരും കണ്ടൻറ്റേഴ്സാണ് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്ന് ഷൂട്ട് എടുക്കാൻ പറ്റുന്നത്. ആൻഡ് ഐ എം ഹാപ്പി ടു സീ ദാറ്റ് എല്ലാ മാച്ചിലും കൺസിസ്റ്റൻ്റ്ലി നമ്മളിപ്പോൾ ഔട്ട്സൈഡ് ദ ബോക്സ് നമ്മൾ സ്കോർ ചെയ്യുന്നുണ്ടെന്ന്. സോ ദാറ്റ്സ് എ റിയലി ഗുഡ് റിലീഫ് എന്ന് തന്നെ നമുക്ക് പറയാം. കമ്മിങ് ടു ദ തേർഡ് ഗോൾ, അപ്പോഴാണ് നമ്മൾ
ട്രിപ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ അടിക്കുന്നത്. എഗെയിൻ ഇപ്രാവശ്യം ഗ്യോക്കറേസിന് ഗോളൊന്നുമില്ല. ബട്ട് ഐ എം നോട്ട് റിയലി എന്താ പറയുക അപ്സെറ്റ് വിത്ത് ഹിം. ഹീസ് ട്രൈയിങ് എഗെയിൻ. ശരിയാണ്, നമ്മൾ പല ആൾക്കാരും ഫ്രസ്ട്രേറ്റഡ് ആണ്. വി ജസ്റ്റ് ഹാവ് ടു ബി പേഷ്യൻറ്റ്. ഈ ഗ്യോക്കറേസിൻ്റെ കാര്യത്തിൽ നമ്മൾക്ക് കുറച്ച് ക്ഷമ വേണം എന്നേ പറയാനുള്ളൂ. നമ്മൾ കളി ജയിക്കുന്നുണ്ടല്ലോ. സോ ആൻഡ് ഹീസ് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഹീസ് ട്രൈങ് ടു കോൺട്രിബ്യൂട്ട്. ഈ ഡിഫൻഡർ മാഗ്നറ്റ് പോലെ പുള്ളി അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് നടന്ന് നമുക്ക് ഗോള് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾസോ ഗുഡ്. അതൊന്നും നമ്മൾ കുറച്ച് കാണരുതെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ നമ്മുടെ ട്രിപ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നു. ഗ്യോക്കറേസ് മാറുന്നു, നോനി മാറുന്നു, മാർട്ടിനെല്ലി മാറുന്നു. ഈ 3 പേരെ മാറ്റിയിട്ട് സാക്ക, ജേസൂസ്, ജേസൂസ്, അയ്യോ വേറെ ആരാവാത്ത ട്രോസാഡ്. എന്താ ചെയ്യുക? ഓക്കെ, അപ്പോൾ സാക്ക, ജേസൂസ്, ട്രോസാഡ്. അപ്പോൾ ഇവർ 3 പേരും വരുന്നു. തിങ്ക് അബൌട്ട് ഈ ഡെപ്ത് നിങ്ങളൊന്ന് നോക്കിയേ. ഈ ഡെപ്ത് ഇറ്റ്സ് റിയലി സ്കെയറി ഫോർ ഒപ്പോണൻറ്റ്സ്. ഇത്രയും നേരം മാർട്ടിനെല്ലിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നവൻ നേരെ, ശരിയാണ് ട്രോസാഡിന് അത്രയും സ്പീഡില്ലെങ്കിൽ പോലും യു ആർ ഡീലിംഗ് വിത്ത് എ ഫ്രഷ് ആൻഡ് ടെക്നിക്കലി ഇത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് ട്രോസാഡ്. അങ്ങനെ ഒരു ഫ്രഷ് പ്ലെയറാണ് വരുന്നത്. അതുപോലെ തന്നെ നോനി എനിക്ക് തോന്നുന്നു സാക്കയെക്കാട്ടിലും ഇച്ചിരി കൂടെ സ്പീഡുള്ള പ്ലെയറാണ്. നോനി ഇത്രയും നേരം 70 മിനിറ്റ് വരേക്കും കളിച്ചിട്ട് അതുപോലെ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ബെറ്റർ ഒരു പ്ലെയറിനെ കൊണ്ടുവരുന്നു സാക്ക. ദീസ് കൈൻഡ് ഓഫ് ഡെപ്ത് നമ്മളെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സഹായിക്കും. സോ ആ സബ്സ്റ്റിറ്റ്യൂഷൻ വർക്ക്ഡ്. അങ്ങനെയാണ് സാക്ക ബോക്സിനകത്ത് എഗെയിൻ ഓഡഗാർഡിൻ്റെ ആ ക്രിയേഷൻ. ഓഡഗാർഡിൻ്റെ പെർഫോമൻസ് എസ്പെഷ്യലി ആ ഫസ്റ്റ് ഹാഫ്, ഹി വാസ് ലൈക്ക് എ മജീഷ്യൻ. ഈവൻ സെക്കൻഡ് ഹാഫ് കുറച്ച് കണ്ടത് ശരിയാണ്. ഫസ്റ്റ് ഹാഫ് ഐ റിയലി ലവ്ഡ് ഹൗ ഹി ക്രിയേറ്റഡ് സ്പേസ്, ഹൗ ഹീസ് മൂവിങ് അറൗണ്ട്. ഇത് ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് എസ് എ ബെഞ്ചിൽ ഇരിക്കുന്നതെന്ന്. കാരണം ഓഡഗാർഡ് കൺസിസ്റ്റൻ്റ്ലി പെർഫോമൻസ് പുട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഹൗ ക്യാൻ അർട്ടറ്റ എസ് എ ഇറങ്ങിക്കോ? ഒരിക്കലും ഇല്ല. സോ എസ് എ നീഡ്സ് ടു, അറിയാലോ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത്. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ഗെയിം ഇറ്റ് സെൽഫ്. അങ്ങനെ ഓഡഗാർഡിൻ്റെ ഒരു ത്രൂ പാസ് സാക്കയ്ക്ക് കിട്ടില്ല. പാസ് ലൈക്ക് അവർ തമ്മിൽ ഏതാണ്ട് നല്ല കിടിലം ഒരു സിങ്ക്രോണൈസേഷൻ ഉണ്ട്. പെർഫെക്റ്റ് ടൈമിങ്, ഓഫ് സൈഡ് ട്രാപ്പ് ബീറ്റ് ചെയ്തുള്ള ഒരു പാസ് സാക്കയ്ക്ക്. സാക്ക അത് ബ്യൂട്ടിഫുള്ളി കട്ടിങ് ചെയ്ത് അകത്തേക്ക് വരുന്നു. സാക്ക ഇപ്രാവശ്യം തീരെ സെൽഫിഷ് ആവാതെ കട്ട് ബാക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് നിൽക്കുന്ന റൈസിന് കൊടുക്കുന്നു. റൈസ് മേക്സ് ഇറ്റ് 3-1. റൈസ് നേരെ വന്ന് ക്യാമറ ലെൻസിലേക്ക് ഉമ്മ വെക്കുന്നു. ആ ഉമ്മ എനിക്ക് തോന്നുന്നു എല്ലാ ആർസണൽ ഫാൻസിന് വേണ്ടിയുള്ള ഒരു ഉമ്മയാണ്. സോ വെൽ റിസീവ്ഡ് എന്ന് നമുക്ക് റൈസിനോട് പറയാം അല്ലേ. അങ്ങനെ കഴിയുമ്പോഴാണ് ബോൺമത്ത് സെക്കൻഡ് ഗോള്, അതായത് 3-2 എന്ന നിലയിലേക്ക് കൊണ്ടുവരുന്നത്. അത് ഹിൻകപ്പിയുടെ മിസ്റ്റേക്കാണ്. ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു ക്രിറ്റിസൈസ് ഹിൻകപ്പിയ ഓൾസോ. കാരണം ഹിൻകപ്പിയ ആ ഒരു മിസ്റ്റേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ഇൻ മൈ ഒപ്പീനിയൻ ഹി വാസ് റിയലി ഗുഡ്. ഇറ്റ് വാസ് ജസ്റ്റ് അത് ബോൺമത്ത് പ്ലേഡ് റിയലി വെൽ. ബോൺമത്ത് അടിപൊളിയായിട്ട് നിന്ന് കളിച്ചത്. അവർ ഹോമിലാണ്. സോ അവരുടെ ഫാൻസിൻ്റെ ആ ഒരു ഭയങ്കരമായ സപ്പോർട്ടുണ്ട്. ആ സെക്കൻഡ് ഗോൾ അങ്ങോട്ട് കയറിയതു, ആ ലോങ് റേഞ്ചർ ഷോട്ട് അങ്ങോട്ട് കയറിയത് ഫാൻസ് അങ്ങോട്ട് ബോൺമത്ത് എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ഫാൻസ് ഇൻ ദ പ്രീമിയർ ലീഗ്. എനിക്ക് തോന്നുന്നു ബോൺമത്ത് ആണെന്ന്. ബിക്കോസ് ഒന്നാമതേ ആ സ്റ്റേഡിയം ഇച്ചിരി ചെറുതാണ് ആൻഡ് ദേ വെരി ക്ലോസ്. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രഷറൊക്കെയാണ് ചിലപ്പം ഗ്യാബ്രിയലിന് ആ ഒരു മിസ്റ്റേക്ക് സംഭവിക്കാൻ കാരണമെന്ന് തോന്നുന്നു. അത് മാത്രമല്ല ഗ്യാബ്രിയൽ ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞ് വന്ന് ചെറിയൊരു ഈ സ്റ്റിൽ ഗെറ്റിംഗ് ഇൻ ടു ദാറ്റ് ആ ഒരു റിതമിലേക്ക് വരുന്നല്ലേ ഉള്ളൂ. എനിവേ സോ 3-2 എന്ന നിലയിലേക്ക് വരുന്നു. കളിയുടെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് വരുമ്പം ഓഫ് കോഴ്സ് ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇത് ബ്രൈറ്റൺ അല്ല, ഇത് എമിറേറ്റ്സിൽ വെച്ചല്ല കളി നടക്കുന്നത്. ബ്രൈറ്റൻ്റെ 2-1 പോലെ അല്ലായിരുന്നു ഇതിൻ്റെ 3-2. സോ എനിക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് ഐ എം ഷുവർ എല്ലാ ആർസണൽ ഫാൻസിനും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ലാസ്റ്റ് മിനിറ്റ് അവർക്ക് കോർണറോ ഫ്രീ കിക്കോ ഫ്രീ കിക്ക് കിട്ടുന്നു. അതിന് ഗോൾ കീപ്പർ വരെ വരുന്നു. അത് 96 മിനിറ്റ്സ് കഴിഞ്ഞ് 16 സെക്കൻഡ് ചെന്നപ്പം വിസിലടിക്കുന്നു. 6 മിനിറ്റ്സ് ആണ് എക്സ്ട്രാ കിട്ടിയത്. അതിന് വരെ ബോൺമത്ത് പ്രശ്നം ഉണ്ടാക്കി. സോ ദേ റിയലി വാണ്ടഡ് ടു ഗെറ്റ് എ റിസൾട്ട് ഔട്ട് ഓഫ് ഇറ്റ്. ബട്ട്
എനിക്ക് തോന്നുന്നു ആർസണൽ, ഇൻ മൈ ഒപ്പീനിയൻ, ആർസണൽ റിയലി ഡിസേർവ് ടു വിൻ ദിസ് ഗെയിം. ശരിയാണ്, ബോൺമത്ത് നന്നായിട്ട് കളിച്ചു. ദേ റിയലി നമ്മളെ നന്നായിട്ട് ഹൈ പ്രസ് ചെയ്തു, മാൻ ടു മാൻ മാർക്കിങ് ചെയ്തു, കാര്യമൊക്കെ ശരിയാണ്. ബട്ട് വി വെർ മോർ ക്ലിനിക്കൽ. നമ്മുടെ ക്വാളിറ്റി വാസ് ടു ഗുഡ് ഫോർ ബോൺമത്ത്. നെക്സ്റ്റ് ലിവർപൂൾ. നാളെ ചെൽസി നമ്മളെ ഹെൽപ്പ് ചെയ്യുമോ? എന്താ തോന്നുന്നത്? കമൻറ്റിൽ പറയാം. നെക്സ്റ്റ് ഇസ് ലിവർപൂൾ. അത് നമ്മുടെ തട്ടകത്തിൽ വെച്ചിട്ടാണ്. എല്ലാവരും ഫിറ്റാണ്. പെർഫെക്റ്റ് ഗെയിം ടു പ്ലേ, നോ എക്സ്ക്യൂസ്. ഐ വോണ്ട് ടു സീ എ ചാമ്പ്യൻസ് പെർഫോമൻസ് ദെയർ. ഒരു ഹൈ സ്കോറിങ് ഗെയിം തന്നെ ആയിക്കോട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ലൈക്ക് 4-2, 3-2 ടു ആർസണൽ. ഹൈ സ്കോറിങ് ഗെയിം തന്നെ ആവട്ടെ. ലെറ്റ് ഇറ്റ് ബി ആൻ എൻ്റർടൈനിങ് ഗെയിം. അതൊരു സ്റ്റേറ്റ്മെൻറ്റ് വിന്ന് നമുക്ക് എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓൾറൈറ്റ് ഗായ്സ്. അപ്പോൾ പറയുന്നതിന് മുമ്പ് ലിവർപൂൾ ഗെയിമിലേക്ക് നമുക്ക് ലൈവ് സെറ്റ് ആവാനാകുന്നത്. എൻ്റെ തൊണ്ടയും എല്ലാം മൊത്തത്തിൽ ഫിസിക്കലി എല്ലാം ശരിയാവും. നമുക്ക് ലിവർപൂൾ ഗെയിം വാച്ച് ലോങ് പോകാം. ടേക്ക് കെയർ ഗൈസ്.